ഇനി നമുക്ക് കുറച്ച് ഓണ വിഭവങ്ങളൊക്കെ ആയാലും ഓണം മുറ്റത്തെത്തിയല്ലേ. അപ്പം നമുക്കിന്ന് അവിയലിൽ തുടങ്ങാവേ. കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ കഷ്ണങ്ങൾ ഇതുപോലെ നീളത്തിൽ നല്ല ഭംഗിയിൽ അരിഞ്ഞെടുക്കാം. അതൊരു ഉരുളിയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണത്തിലൊക്കെ വെള്ളം ഉള്ളതാണ്, എന്നാലും നമുക്കിതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വാഴയിലയിട്ട് മൂടിക്കൊടുക്കാം. വാഴയിലയുടെ ടേസ്റ്റ് കൂടിയ കഷ്ണങ്ങളിലേക്ക് പിടിക്കട്ടെന്നേ. ഇനി തേങ്ങ, ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി വെന്ത കഷ്ണങ്ങളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒതുക്കിയെടുത്ത ആ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിക്ക് പകരം ചില സ്ഥലങ്ങളിൽ മാങ്ങയും വാളംപുളി പിഴിഞ്ഞതും ഒക്കെ ഒഴിക്കാറുണ്ട്. ഞാൻ തൈരാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നവർ വീണ്ടും നമ്മൾ ആ വാഴയില വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു. ഇനി ആവിയൊക്കെ കയറി വരുന്ന സമയത്ത് വീണ്ടും തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ചോറ് വിളമ്പുന്നതിൻ്റെ സമയത്തുണ്ടല്ലോ, നമ്മുടെ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിക്കുന്ന പോലെ മൂടിയൊക്കെ മാറ്റി വാഴയില മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സദ്യയിലേക്ക് ഏമനായ അവിയൽ ഇവിടെ തയ്യാറാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ.